എല്ലാവർക്കും നമസ്കാരം. അമോസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ NVDA അപ്ഡേറ്റ് എങ്ങനെ എളുപ്പത്തിൽ ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം എന്നീ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്. സ്റ്റെപ്പ് 1, NVDA മെനു ഓപ്പൺ ചെയ്യുക ബൈ പ്രസിങ് ഇൻസേർട്ട് or caps lock plus N. ഇപ്പോൾ NVDA മെനു ഓപ്പൺ ആയി. സ്റ്റെപ്പ് 2, ഹെൽപ്പ് സബ് മെനു ഓപ്പൺ ചെയ്യുന്നതിനായി ഒന്നല്ലെങ്കിൽ അപ്പ് ഡൗൺ ആരോ കീസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ H പ്രസ് ചെയ്യാം. ഞാനിവിടെ H പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു മെനു എക്സ്പാൻഡ് ആയി ഫസ്റ്റ് ഐറ്റമായ യൂസർ ഗൈഡിലേക്ക് വന്നു. ഇവിടെ നിന്ന് ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്ന ഓപ്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി അപ്പ് ഡൗൺ ആരോ കീസ് അല്ലെങ്കിൽ C പ്രസ് ചെയ്യുക. C ഫോർ ചെക്ക്. ഞാനിവിടെ C പ്രസ് ചെയ്യുന്നു. യെസ്, നമ്മളുടെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാകണം. അപ്പോൾ അത്ര ഫാസ്റ്റ് ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ സമയം കൂടാം കുറയാം. ഇപ്പോൾ അപ്ഡേറ്റ് ഉണ്ട്. NVDA വെർഷൻ 2024.4.1 എന്ന വെർഷനാണ് അപ്ഡേറ്റ് ഉള്ളത്. ഡൗൺലോഡ് അപ്ഡേറ്റ് ബട്ടണിലാണ് എൻ്റെ ഫോക്കസ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ബട്ടൺസാണ് ഉള്ളത്, ഡൗൺലോഡ് അപ്ഡേറ്റ് ബട്ടണും അതുപോലെ ക്ലോസ് ബട്ടണും. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ കൊടുക്കുക. ഡൗൺലോഡ് അപ്ഡേറ്റ് ബട്ടണിലാണ് ഫോക്കസ്. എൻ്റർ കൊടുക്കുന്നു. By donating, you are helping to fund full-time development. If even $10 is donated for every download, we will be able to cover all of the ongoing costs of. ഓക്കെ, അതായത് ഇതൊരു ഡൊണേറ്റ് ഡയലോഗാണ്. NVDAയുടെ ഏതൊരു അപ്ഡേറ്റും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഡൊണേഷൻ ആവശ്യപ്പെടാറുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡൊണേഷനുമായി മുന്നോട്ട് പോകാം. ഡൊണേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ടാപ്പ് കീ പ്രസ് ചെയ്ത് നോട്ട് നൗ ബട്ടൺ എന്ന് കാണാം. ഈ നോട്ട് നൗ ബട്ടൺ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡിങ് അപ്ഡേറ്റ് ആണ്, ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ്. നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ അപ്ഡേറ്റ് ഡൗൺലോഡ് ആവുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ പ്രോഗ്രസ് ബാർ കഴിഞ്ഞാൽ NVDAയിൽ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ചെക്ക് ചെയ്തിട്ട് വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ തരും. പക്ഷേ നമുക്ക് മാനുവലായി ചെക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. NVDA update dialog update to NVDA version 2024.4.1 is ready to be applied. Update now button Alt plus U. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനുള്ളത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. പോസ്റ്റ് ഫോർ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ഡേറ്റ് നൗ, ഇത് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. പോസ്റ്റ് ഫോർ അപ്ഡേറ്റ് നമുക്ക് പിന്നീട് ഒരു സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. അതായത് ഇതുവരെ ചെയ്ത് പോവില്ല, പിന്നെ ഒരു സമയത്ത് NVDA മെനുവിൽ നിന്നും ചെയ്യാം. ഞാൻ എന്നാലും ഇപ്പോൾ നൗ അപ്ഡേറ്റ് നൗ കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാണ് വേണ്ടത്. ഈ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് NVDA ഒന്ന് റീസ്റ്റാർട്ട് ആവുകയായിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ User account control dialog. User account control. Do you want to allow this app to make changes to your device? NVDA verified publisher. Okay. NV access limited file origin. Hard drive on this യൂസർ അക്കൗണ്ട് computer. പെർമിഷൻ ആണ് ചോദിക്കുന്നത്. No button Alt N. കറൻ്റ്ലി ഫോക്കസ് ഉള്ളത് നോട്ട് ബട്ടണിലാണ്. നമുക്ക് S കൊടുത്താൽ മാത്രമേ
ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. Alt Y പ്രസ് Updating ചെയ്യുക. NVDA dialog. Please wait while your previous installation of Wait, NVDA wait. is being updated. Updating NVDA. Updating NVDA. യെസ്, NVDA അപ്ഡേഷന് ശേഷം Operations on add-ons failed. See the log file for more details. The following add-on failed to be installed. Vocalizer Expressive Driver. Okay, Merton. അതായത് ഒരു ആഡ് ഓൺ വോക്കലൈസർ എന്നൊരു ആഡ് ഓൺ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഡിസേബിൾ ആവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. Desktop list. User not ഇങ്ങനെയാണ് selected. NVDA അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് NVDA അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.